കണിമംഗലം തിരിച്ചു പിടിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? അന്ന് തുടങ്ങിയതാ എന്റെ സംശയം. പിന്നെ ചന്ദ്രശേഖരന്റെ അനുമതി ഇല്ലാതെ ഉർവശിയും കൽപ്പനയും എന്നെ ദ്രോഹിക്കോ? പക്ഷേ ഈ കളർ മതിയോടി. എന്താ കളർ ചേഞ്ച് ചെയ്യണോ? അതെ അതെ, ഈ തങ്കത്തിന്റെ കളറില്ലേ, ആ കളറാണെങ്കിൽ നന്നായിരിക്കും. ഓ എടി, അതൊക്കെ കാശുകാരുടെ കളറല്ലേ? അതെ, മുത്തശ്ശി പറഞ്ഞ കേട്ടല്ലോ. ഇനിയുള്ള പോസ്റ്ററുകൾ അടിക്കുമ്പോ കളർ ചേഞ്ച് ചെയ്യണം. ഓക്കെ മാഡം, അത് ചെയ്യാം മാഡം. വേറെന്തെങ്കിലും മാറ്റം? ഡിസൈൻ ചെയ്യുന്ന ഓരോ പോസ്റ്ററുകളും ഇങ്ങോട്ട് അയക്കാൻ പറയണം. എല്ലാ പോസ്റ്ററും ഡയറക്ടറിന് അയക്കുന്നുണ്ട് മാഡം. സാർ സെലക്ട് ചെയ്യുന്നത് മാത്രം ഇവിടെ കാണിച്ചാൽ മതിയോ? അതൊന്നും പോരാ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ കാണിക്കണം. അവന് വലിയ വിവരമൊന്നുമില്ല. നല്ലതോ ചീത്തയാണോന്ന് ഞങ്ങൾ പറയും. അല്ലടി മോളെ? ചിലരുടെയൊക്കെ ധാരണ നമ്മൾ ഈ പടം പൂർത്തിയാക്കില്ല എന്നായിരുന്നു, അല്ലേടോ? അങ്ങനെ ഒരു ടോക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നു മാഡം. അതിപ്പോ അവസാനിച്ചല്ലോ. സിനിമ നമ്മൾ പൂർത്തിയാക്കിയല്ലോ. സിനിമ പൂർത്തിയായി, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ചിലവിന്റെ കാര്യം മാഡം ഒന്നും പറഞ്ഞില്ല. ഓഹ്, പാടുപെട്ട് സിനിമ ഇത്തരത്തിലാക്കാമെങ്കിലേ ബാക്കിയുള്ള കാര്യം കൂടി നടത്തിയെടുക്കാൻ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതിനെക്കുറിച്ചേ താനങ്ങ് വല്ലാണ്ട് വേവലാതിപ്പെടണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാഡം, അതെന്റെ ഡ്യൂട്ടി അല്ലേ മാഡം? ആ, ഡ്യൂട്ടിയാ. എന്നാലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ശരി മാഡം. ഓക്കെ. ഓ മുത്തശ്ശി, ആ പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാ മൊത്തത്തിലുള്ള അഭിപ്രായം. ഗംഭീരം ആവാതെ പിന്നെ എടി, എന്റെ പേര് വെക്കുകയും എന്റെ പടം വെക്കുകയും ചെയ്യുന്ന സിനിമയല്ലേ, അതങ്ങനെ മോശമാക്കാൻ പറ്റുമോ? പിന്നെ മുത്തശ്ശി, അക്കൗണ്ടില് പണം ഏകദേശം തീർന്നു. ഇനിയിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റുമായിട്ട്. അതെന്തോന്ന് പ്രൊഡക്ഷൻ? സിനിമ പിടിച്ചോണ്ടിരിക്കുമ്പോ അത് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓ, ഇനി വേറെയും പ്രൊഡക്ഷനോ? മുത്തശ്ശി, എന്ന് പറഞ്ഞ ഇനി ഒരുപാട് കാര്യങ്ങളില്ലേ. മ്യൂസിക് ചെയ്യണം, ഡബ് ചെയ്യണം, മിക്സ് ചെയ്യണം, ഗ്രേഡ് ചെയ്യണം. ഇനിയാണ് ശരിക്കുള്ള ജോലിയൊക്കെ കിടക്കുന്നത്. ഇത് വല്ലാത്തൊരു ഏർപ്പാടാണല്ലോ. സിനിമ തീർന്നെന്നും പറഞ്ഞ അവിടെ കുമ്പളങ്ങ കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതി അതോടെ എല്ലാം തീർന്നെന്ന്. ഇപ്പൊ ദേ പറയുന്നു തുടങ്ങാൻ പോന്നേ ഉള്ളൊന്ന്. മുത്തശ്ശിക്കേ ഇതറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാ. എന്തായാലും കുറച്ചു തുക കൂടി നമ്മൾ കണ്ടെത്തേണ്ടി വരും. അല്ലടി, അതിനിപ്പോ എന്തോ ചെയ്യും? നമുക്ക് നോക്കാം മുത്തശ്ശി. ഇപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയില് ഒരു മേൽവിലാസം ഉണ്ടല്ലോ. ഒരു പടം നമ്മുടെ കയ്യിലിരിക്കല്ലേ, എല്ലാം ശരിയാവും. മോളെ, ചെറിയച്ഛന്റെ ക്രൂരതകളൊന്നും അമ്മയോടോ അച്ഛനോടോ മുത്തശ്ശിയോടോ ഒന്നും പറയണ്ടെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടും പിന്നാലെ നടന്ന് ദ്രോഹിക്കാന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല മുത്തശ്ശി. നമ്മുടെ കഴുത്തിൽ ഒരാൾ കാല് വെച്ച് അമർത്തുമ്പോ ശ്വാസത്തിന് വേണ്ടി നമ്മൾ പിടയില്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ചെറിയച്ഛനാണോ അതോ നമ്മുടെ തന്നെ വേറെ ആരെങ്കിലും ആണോന്ന് നമ്മൾ നോക്കാൻ നിൽക്കുന്നില്ല. കൊല്ലണോടാ. ഇനി എന്തെങ്കിലും ദ്രോഹം കാണിച്ചാ കൊല്ലണോ അവനെ? നിങ്ങൾ രണ്ടുപേരും അവനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കണിമംഗലം തിരിച്ചു പിടിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? അന്ന് തുടങ്ങിയതാ എന്റെ സംശയം. പിന്നെ ചന്ദ്രശേഖരന്റെ അനുമതി ഇല്ലാതെ ഉർവശിയും കൽപ്പനയും എന്നെ ദ്രോഹിക്കോ? എനിക്ക് അസുഖമായപ്പോ കണിമംഗലത്ത് ഒന്ന് എന്നെ ഇറക്കിക്കൊണ്ടു പോയി ഔട്ട് ഹൗസ് ഇടുവോ? പെറ്റ വയറിന് ചില തടസ്സങ്ങളുണ്ട്. അല്ലായിരുന്നെങ്കിലേ അടുക്കളയിൽ നിന്നൊരു വെട്ടുകത്തിയോ കത്തിയോ എടുത്തിട്ടേ തീർത്തേനെ ഞാനവനെ. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? പെറ്റ് വളർത്തിയതല്ലേ.
സ്വന്തം മോൻ മറ്റുള്ളവർക്ക് മുഴുവൻ ഉപദ്രവമാണെങ്കിൽ കൊല്ലാം. പോയി ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ പോയി കിടക്കും. എന്റെ മക്കൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. മുത്തശ്ശി, ഇതിപ്പോ ചെറിയച്ഛനും മുത്തശ്ശി കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളൊക്കെ അത് പറഞ്ഞത്? ദേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് ഷെയർ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മുത്തശ്ശിയോട് പറയണം തോന്നി ഞങ്ങൾ പറഞ്ഞു. അതല്ലാതെ ഇതിന്റെ പേരിൽ ഇനി കണിമംഗലത്തേക്ക് പോകാനോ ചെറിയച്ഛനെ കാണാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നിനും നിൽക്കണ്ട. ചെറിയച്ഛനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളെ ദ്രോഹിക്കട്ടെ മുത്തശ്ശി. ഇപ്പൊ ഒരു ഉറപ്പ് നമുക്കുണ്ടല്ലോ, ചെറിയച്ഛൻ നമ്മുടെ ശത്രുവാണെന്ന്. ഒഴിഞ്ഞു മാറാനായിട്ട് അത് ധാരാളമാണ്. ഒരു വഴിക്കും ഒരു സമാധാനവും ഇല്ല നിങ്ങൾക്കല്ലേ? എന്റെ മുത്തശ്ശി, നമുക്ക് പണത്തിന്റെ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് പിടിച്ചു നീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് നശിച്ചു പോയതിന്റെ ഒരു പ്രശ്നം. കണിമംഗലം കൈവിട്ടു പോയതിലും അച്ഛനമ്മമാർ അവിടെ ആയി പോയതിലും എല്ലാത്തിനും നല്ല വിഷമമുണ്ട്. പക്ഷേ അതിനിടയിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങളെല്ലാം നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ അച്ഛനമ്മമാരുടെ കൂടെ മുത്തശ്ശിയുടെയും കൂടെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് മുത്തശ്ശി. ഇപ്പോ അങ്ങനെ അങ്ങ് പോട്ടെ. കുറച്ച് സന്തോഷവും കുറച്ച് വിഷമമൊക്കെ ആയിട്ട് എന്നിട്ടേ നമുക്ക് പതുക്കെ പതുക്കെ പിടിച്ചു കയറാവുന്നേ. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് കളറാക്കാം അല്ലേ? മുത്തശ്ശി അത് വിട്ടല്ലോ. വിട്ടു. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഇത്ര വൈകുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ, ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് പോയവരെ കാത്തിരിക്കുന്നത് അത്യാവശ്യം ഉണ്ടായിട്ട് മാത്രമല്ലല്ലോ. ഭക്ഷണം എടുക്കട്ടെ? ഞാൻ കഴിച്ചു. അതെന്ത് പണിയാ? ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കല്ലേ? ഞാൻ ആവശ്യപ്പെട്ടോ? ഇതുവരെ ആവശ്യപ്പെട്ടിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നത്? എന്താണ് വാക്കുകൾക്കൊരു കടുപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക്? എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കഴിച്ചു പോലും. ആരുടെ കൂടെയാ കഴിച്ചതെന്നേ എനിക്ക് വ്യക്തമായിട്ടറിയാം.